കോഴികളും പരുന്തും ജന്മശത്രുക്കൾ തമ്മിൽ കൂട്ടുകൂടിയാൽ എങ്ങനെയുണ്ടാകും? അത്ഭുതം കൊള്ളണ്ട. കാസർഗോഡ് മങ്ങാട്ടെ നിസാമുദ്ദീന്റെ വീട്ടിലേക്ക് വന്നാൽ ഈ കാഴ്ച കാണാം. ഒരു കൂട്ടിൽ വളരുന്ന കോഴികളും പരുന്തും. ഈ കോഴികളെയെല്ലാം സംരക്ഷിക്കുന്നത് ഈ പരുന്താണ്. കാസർഗോഡ് മങ്ങാട്ടെ താമരക്കുഴിയിൽ നിസാമുദ്ദീന്റെ എല്ലാമെല്ലാമാണ് കിങ്ങിണി പരുന്ത്. പരുന്തിന് വേറെ കൂടൊരുക്കി നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 8 മാസമായി പരുന്തും കോഴികളും കഴിയുന്നത് ഒരു കൂട്ടിലാണ്. ഈ കോഴികളെ പിടിക്കാനായി ആരെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ കിങ്ങിണിയുടെ തനി സ്വരൂപം പുറത്തുവരും. കുഞ്ഞുങ്ങളെ പരുന്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കാൻ തള്ളക്കോഴി ചിറകിനടിയിൽ ഒളിപ്പിക്കുന്നത് പോലെ ചിറകുകൾ രണ്ടും വിടർത്തിയാണ് കിങ്ങിണി കൂട്ടുകാരായ കോഴികളെ രക്ഷിക്കുന്നത്. ഇരുട്ടിലെത്തുന്ന ഇഴജീവികളിൽ നിന്നും കോഴികളെ രക്ഷിക്കാൻ കോഴിക്കൂട്ടിനകത്തെ സുരക്ഷാഭടനായി സദാസമയം കണ്ണിമ വെട്ടാതെ കിങ്ങിണി പരുന്ത് കൂട്ടിരിക്കും. എട്ട് മാസം മുമ്പാണ് വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ നിന്നും കുഞ്ഞു പരുന്തിനെ നിസാമുദ്ദീന് ലഭിച്ചത്. പക്ഷിമൃഗാദികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ 18-കാരൻ പരുന്തിന് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മനസ്സ് വരാതെ വളർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പൊ ഇതിന് 8 മാസത്തിനടുത്തായി. വീട്ടിൽ ഉള്ളിൽ അകത്തേക്കെല്ലാം വരലുണ്ട്. വണ്ടിയിൽ ഞാൻ മീൻ വാങ്ങുന്ന സമയത്ത് ചിലപ്പോ മീനിന്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് ചില സമയത്ത് അവർ കൊടുക്കും, മീൻ വെക്കുന്നവര്. എപ്പോ കൊടുക്കില്ല. അപ്പൊ നാട്ടുകാർക്ക് പരിചയമായി. ഹോട്ടലിലൊക്കെ പോയി അവിടെ കഴിഞ്ഞും സാധനങ്ങളൊക്കെ ഇപ്പൊ മംഗലത്തിന് എല്ലാവരും വിളിക്കാൻ ബുക്കിങ്ങിനെയും കുട്ടിക്കൊന്നും അറിയാം. പരുന്തിൻ കുഞ്ഞിനെ കിങ്ങിണി എന്ന ഓമന പേരിട്ട് വിളിച്ചു. ഭക്ഷണം നൽകി, സ്നേഹത്തോടെ തലോടി. അതുകൊണ്ട് തന്നെ നേരം വെളുത്താൽ വീട്ടിൽ നിന്നും നാട് ചുറ്റാനിറങ്ങുന്ന പരുന്ത് നിസാമുദ്ദീന്റെ സ്നേഹത്തോടെയുള്ള കിങ്ങിണി വിളിയിൽ പറന്നെത്തും. ഈ ചെറുപ്പക്കാരന്റെ തോളിലോ കൈകളിലോ ഇരുപ്പുറപ്പിക്കും. നിസാമുദ്ദീൻ ഇല്ലെങ്കിൽ കിങ്ങിണിക്ക് കൂട്ട് അനുജനാണ്. ഇതുവരെയും കോഴികളെ നഖം കൊണ്ട് പോലും വേദനിപ്പിക്കാത്ത കിങ്ങിണി പരുന്ത് ഇപ്പോൾ ഈ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ്. കോഴികൾക്ക് തീറ്റയായി ഗോതമ്പ് മണികൾ നൽകുമ്പോൾ കിങ്ങിണിക്കായി മീനാണ് നിസാമുദ്ദീൻ നൽകുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കിങ്ങിണി തീറ്റക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല കേട്ടോ. ദിവസം 8 മത്തിയെങ്കിലും വേണം കിങ്ങിണിക്കൊന്ന് വിശപ്പടങ്ങാൻ. മാംസബുക്കാണെങ്കിലും കിങ്ങിണിയെ കോഴിയിറച്ചിയുടെ സ്വാദ് ഒരിക്കലും രുചിപ്പിച്ചിട്ടില്ല. ഇനി കോഴിയിറച്ചിയുടെ സ്വാദങ്ങാൻ ഇഷ്ടപ്പെട്ട് കൂട്ടുകാരെ സപ്പറാക്കുമോ എന്നൊരു പേടി കൊണ്ടായിരിക്കാം ഇത്. തനിക്കായി നൽകിയ ഭക്ഷണത്തിൽ തലയിടാൻ കിങ്ങിണി ആരെയും സമ്മതിക്കാറുമില്ല. മത്തി ഇഷ്ടം, നല്ല ഇഷ്ടം മത്തി. ഒരു ദിവസം 8 മത്തിയെങ്കിലും മിനിമം വേണം. ചോറ് ഇപ്പൊ അടുത്ത് തിന്നാ. ഇപ്പൊ ഈ 2 മാസത്തിനടുത്ത് മുന്നേ ചോറ് തിന്നു വേണ്ടായിട്ടാ. ഇപ്പോ ചോറൊക്കെ തിന്നു. തന്റെ സംരക്ഷകനായ നിസാമുദ്ദീൻ ബൈക്കിൽ എവിടെയെങ്കിലും പോകാനിറങ്ങിയാൽ കൂട്ടുപോകാനായി ആദ്യമെത്തുന്നതും കിങ്ങിണി തന്നെ. നിസാമുദ്ദീന്റെ കൂടെയുള്ള നാട് ചുറ്റലും കിങ്ങിണിയുടെ ഇഷ്ടവിനോദങ്ങളിലൊന്നാണ്. കിങ്ങിണിയെ ഇപ്പോൾ നാട്ടുകാർക്കും വലിയ ഇഷ്ടമാണ്. പരുന്ത് എത്തിയാൽ നാട്ടുകാർ തീറ്റ നൽകും. കിങ്ങിണി പരുന്തും നിസാമുദ്ദീനും തമ്മിലുള്ള സൗഹൃദ കാഴ്ചകൾ താമരക്കുഴിയിലെ ഈ വീട്ടിലെത്തുന്നവരിൽ കൗതുകം നിറയ്ക്കുകയാണ്.